എല്ലാവർക്കും സീനിയേഴ്സ് മെഡിജിലേക്ക് സ്വാഗതം. 1-2 മാസക്കാലമായിട്ട് നമ്മൾ അനുഭവിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് ചൂടുള്ള കാലാവസ്ഥ. ഇനി അങ്ങോട്ട് 1-2 മാസത്തേക്കും നല്ല ചൂടുള്ള അവസ്ഥ തന്നെയായിരിക്കാം. ചൂട് ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ. ഞാൻ ഈ വീഡിയോ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം എന്ന് പറയുന്നത്. നിർജ്ജലീകരണം ആർക്കാണ് കൂടുതലായിട്ട് ഉണ്ടാകുക, അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക, അതിനുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്താണ്, അതിനുള്ള പ്രതിവിധി എന്താണ്, ഇതെല്ലാം കൂടെ വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ നമ്മൾ എടുക്കുന്നതിൽ കൂടുതൽ ജലാംശം നഷ്ടമാകുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ 3/2 ഭാഗവും ജലമാണ്. കണ്ണുകൾക്ക് ലൂബ്രിക്കൻസ് കൊടുക്കുന്നു, ജോയിൻസിന് ലൂബ്രിക്കൻസ് കൊടുക്കുന്നു, നമ്മുടെ ദഹന പ്രക്രിയയെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസും മറ്റു വേസ്റ്റ് പ്രോഡക്ട്സും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നു. ഇങ്ങനെ ഒരുപാട് ഉപകാരമുണ്ട് നമ്മുടെ ശരീരത്തിന് ജലം കൊണ്ട്. ആ ജലം നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ജലവും ഇലക്ട്രോലൈറ്റ്സും ഒരുപോലെ നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ ഘടകമാണ്. ഇത് ഷുഗർ, സോൾട്ട്, മിനറൽസ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നഷ്ടമാകുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ തന്നെ സാരമായി ബാധിക്കും. മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകാതെ അഥവാ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതെ സൂക്ഷിക്കുക തന്നെ വേണം. നമ്മുടെ ശരീരത്തിൽ ഹാർട്ട്, ഇപ്പോൾ ഇലക്ട്രോലൈറ്റ്സിന് ഇംബാലൻസ് ആണ് വരുന്നതെങ്കിൽ ഹാർട്ട് ഒരു മസിലാണ്. ആ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ, അതായത് ഹൃദയമിടിപ്പ് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ കൃത്യമായ തോതിലുള്ള ഇലക്ട്രോലൈറ്റ്സ് ആവശ്യമാണ്. മിനറൽസിനും അതുപോലെ തന്നെ ഫംഗ്ഷൻസ് ഉണ്ട്. മിനറൽസ് നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലുകളിലേക്കും ജലാംശം എത്തിച്ചു കൊടുക്കുന്ന മിനറൽസ് ആണ്. അപ്പോൾ മിനറൽസിൻ്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൃത്യമായ തോതിൽ എല്ലാ സ്ഥലത്തേക്കും ജലാംശം എത്താതെ വരും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ കൃത്യമായ രീതിയിൽ ഇലക്ട്രോലൈറ്റ്സ്, മിനറൽസ് എല്ലാം തുല്യമായ രീതിയിൽ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യുക, അതായത് നിർജ്ജലീകരണം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമുണ്ട് ക്ലൈമറ്റ്. ആ ക്ലൈമറ്റ് കൊണ്ടാണ് നമുക്കിപ്പോൾ നിർജ്ജലീകരണം സംഭവിക്കുന്നത്. അടുത്തായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലുള്ളവർ, അതായത് അത്ലറ്റ്സ് പോലെയുള്ളവരുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് കണ്ടമാനം പോയി കഴിയുമ്പോൾ അവർക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ചില മെഡിസിൻസ് ശരീരത്തിൽ നിന്ന് ജലാംശം കൂടുതലായിട്ട് നഷ്ടപ്പെടുത്തുന്നു, അങ്ങനെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാം. ചില രോഗങ്ങൾ, അതായത് വയറിളക്കം, ഛർദിൽ പോലെയുള്ള രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയും നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. 3 ടൈപ്പാണ് ഡീഹൈഡ്രേഷൻ ഉള്ളത്. ഒന്ന് ഹൈപ്പർട്ടോണിക് ആൻഡ് ഐസോട്ടോണിക്. ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഇലക്ട്രോലൈറ്റ്സ് മാത്രം നഷ്ടപ്പെടുന്ന അവസ്ഥ. ഹൈപ്പർട്ടോണിക് എന്ന് പറഞ്ഞാൽ ജലാംശം നഷ്ടപ്പെടുന്ന അവസ്ഥ. ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ ജലാംശവും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സും ഒരുപോലെ നഷ്ടപ്പെടുന്ന അവസ്ഥ. സാധാരണയായിട്ട് മനുഷ്യർ കാണപ്പെടുന്നത് ഐസോട്ടോണിക് ഡീഹൈഡ്രേഷനാണ്, അതായത് ഇലക്ട്രോലൈറ്റ്സും ജലാംശവും ഒരുപോലെ നഷ്ടപ്പെടുന്നത്. ജലാംശവും ഇലക്ട്രോലൈറ്റ്സും നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലനാവസ്ഥ കൃത്യമായിട്ട് നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമായ ഘടകമാണ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആർക്കൊക്കെയാണ് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതൽ? ചെറിയ കുട്ടികളിൽ, പ്രായമായവരിൽ, ഡയബറ്റീസ് പോലെയുള്ള രോഗങ്ങളുള്ളവരിൽ, കൂടുതലായിട്ട് മദ്യപിക്കുന്നവരിൽ, പിന്നെ അത്ലറ്റ്സ്, ഇങ്ങനെയുള്ള കാറ്റഗറിയിലാണ് റിസ്ക് കൂടുതൽ. എല്ലാവർക്കും റിസ്ക് ഉണ്ട്, പക്ഷേ റിസ്ക് ഹൈ ആയിട്ടുള്ളവർ ഈ ഒരു കാറ്റഗറിയിലുള്ളവരാണ്. അതിൻ്റെ ലക്ഷണങ്ങളെ നമുക്ക് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഇങ്ങനെ 3 തരംതിരിക്കാം. മൈൽഡായിട്ടുള്ള സിംറ്റംസിന് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ, അതായത് നമുക്ക് സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു മോഡറേറ്റ് മുതൽ സിവിയർ വരെയുള്ളതിൽ നിർബന്ധമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈൽഡായിട്ട് വരുമ്പോൾ ഉള്ള ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റിലുള്ള സിംറ്റം എന്ന് പറയുന്നത് ദാഹമാണ്. നമുക്ക് ഭയങ്കര ദാഹം ഉണ്ടാവും. അപ്പോൾ തന്നെ ഒരു ഡീഹൈഡ്രേഷൻ്റെ ഫസ്റ്റ് സിംറ്റമാണ് ദാഹം. പിന്നെ നമുക്ക് ചെറിയ തലകറക്കം ഉണ്ടാകാം. ഈ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അത് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് സ്മെല്ലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി, യൂറിൻ്റെ ഫ്രീക്വൻസി, അത് നമ്മളിപ്പോൾ ദിവസം ഒരു 8 പ്രാവശ്യം യൂറിൻ പാസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ഒരു 5 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യമൊക്കെ ആയിട്ട് യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി കുറയും. അതൊരു ഡീഹൈഡ്രേഷൻ്റെ സിംറ്റമാണ്. പിന്നെ ചെറിയ മക്കളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫൊണ്ടനെല്ല എന്ന് പറയും, അതായത് നെറുകയുടെ ഇവിടെ തൊട്ട് നോക്കുകയാണെങ്കിൽ കുഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ടെന്നുള്ള സിംറ്റമാണ്. ഇപ്പം ഞാൻ മൈൽഡ് സിംറ്റംസ് ആണ്, മൈൽഡായിട്ട് ഡീഹൈഡ്രേഷൻ വന്നിട്ടുള്ള സിംറ്റമാണ് പറഞ്ഞത്. സിവിയർ ഡീഹൈഡ്രേഷൻ വന്നതിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ നല്ല തലകറക്കം ഉണ്ടാകാം, പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാകാം. കാരണം ഇലക്ട്രോലൈറ്റ്സ് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ട് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ യൂറിൻ ഒരു 8 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് യൂറിൻ പാസ് ചെയ്യത്തില്ല. പിന്നെ വായൊക്കെ വറ്റി വരലും, പ്രഷർ താഴും, പിന്നെ ഇറിറ്റബിൾ ആയിരിക്കും. അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഇറിറ്റബിൾ ആയിരിക്കും. സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആയിരിക്കും. അങ്ങനെ സ്കിന്നിൽ തൊട്ട് നോക്കിയാൽ തന്നെ സിവിയർ ആയിട്ടാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം കൈയൊക്കെ ഒന്ന് പിഞ്ച് ചെയ്ത് 2 വിരൽ വെച്ചിട്ട് നമുക്ക് സ്കിന്നിൽ
മേലേക്ക് ഇങ്ങനെ പിടിച്ചു നോക്കുകയാണെങ്കിൽ ആ സ്കിന്ന് നോർമൽ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഒരു 2-3 സെക്കൻഡിനകം അത് നോർമലിലേക്ക് പോകും. ഇല്ല എങ്കിൽ ഒരു ടെൻറ്റ് ഷേപ്പ് എന്ന് പറയും, അതായത് ഒരു കൂടാരം പോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കും. എന്നിട്ട് ഇത് ഗ്രാജുവലി മാത്രമേ ഉള്ളൂ പഴയ സ്ഥിതിയിലേക്ക് സ്കിന്ന് മാറത്തുള്ളൂ. അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് സിവിയർ ആയിട്ടുള്ള ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കൈയും കാലും ഒക്കെ വളരെ തണുത്തായിരിക്കും ഇരിക്കുക. പിന്നെ ഫിറ്റ്സ്, സീഷർ പോലെ സംഭവിക്കാനുള്ള, അതായത് സിവിയറായിട്ട് ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ സീഷർ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബോധം കെട്ട് പോവുകയും മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇത് പ്രൊലോങ്ഡ് ആയിട്ട്, അതായത് ഡീഹൈഡ്രേഷൻ പ്രൊലോങ്ഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ അവസ്ഥയെ, അത് ഫംഗ്ഷനെ തന്നെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കിഡ്നി സ്റ്റോണുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ജോയിൻസ്, മസിൽസ് ഒക്കെ ഇതിന് ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കുറേ സമയം ഡീഹൈഡ്രേഷൻ നിലനിന്ന് കഴിഞ്ഞാൽ. ഒരു ദിവസം നമ്മൾ 10 ഗ്ലാസ് മിനിമം എങ്കിലും ഈ സമയത്ത് വെള്ളം കുടിക്കണം. 10 മുതൽ 15 ഗ്ലാസ് വരെ എന്തായാലും കുടിക്കണം. ആ കൂട്ടത്തിൽ നമ്മൾ ഈ കോഫിയൊന്നും കൂടത്തില്ല. അത് കോഫിയും ആൽക്കഹോളും ഒക്കെ നമുക്ക് ഈ കൂട്ടത്തിൽ ഒരു കാരണവശാലും പെടുത്തരുത്. അതൊക്കെ നമുക്ക് ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം കൂട്ടാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സൂപ്പ്, വെള്ളം കുടിക്കാം, ജ്യൂസ്, ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ നിർബന്ധമായിട്ടും ഈ സമയത്ത്, ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ കഴിക്കണം. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ജലാംശത്തെയും അതുപോലെ ഇലക്ട്രോലൈറ്റ്സിനെയും ഒരുപോലെ തന്നെ നമുക്ക് നിർത്തണമെങ്കിൽ നമുക്ക് കോക്കനട്ട് വാട്ടർ, അതായത് തേങ്ങാവെള്ളം കുടിക്കാം. വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കുന്ന ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ പാലാണ് ഏറ്റവും നല്ലതായിട്ട് വെള്ളത്തെ കഴിഞ്ഞും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ കുറേ സമയത്തേക്ക് നിലനിൽക്കുന്നത്. അത് തന്നെയല്ല, അതിനകത്ത് നല്ല കാൽഷ്യവും നല്ല വൈറ്റമിൻ ബി ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് പാല് ഒത്തിരി നല്ലതാണ്. പാല് കുടിച്ചു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ യോഗട്ട്, പിന്നെ സ്മൂത്തീസ് ഉണ്ടാക്കാം നമുക്ക്. അതായത് ഫ്രൂട്ട് ജ്യൂസിനകത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നല്ലപോലെ അടിച്ചിട്ട് കുടിക്കുന്ന ഒത്തിരി നല്ലതാണ്. പിന്നെ പിഡിയലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കാം. അതായത് ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് എന്നാണ് പറയുന്നത്, ORS. അത് നമുക്ക് സാച്ചിറ്റുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. 6 ടീസ്പൂണ് ഷുഗർ എടുക്കുക, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് എടുക്കുക, 1 ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളം എടുക്കുക. അതിനകത്തേക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെയായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. അതുപോലെ തന്നെ ബനാനയ്ക്കകത്ത് പൊട്ടാസ്യം, കിങ് ഓഫ് പൊട്ടാസ്യം എന്നാണ് പറയുന്നത്, കിങ് ഓഫ് ഫ്രൂട്ട് വിത്ത് ഹൈ പൊട്ടാസ്യം എന്നാണ് പറയുന്നത്. ബനാനയൊക്കെ കഴിക്കുന്ന ഒത്തിരി നല്ലതാണ്. കാരണം നമ്മുടെ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഈ സമയത്ത് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ ഓറഞ്ച്, അതായത് പുളിയുള്ള അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ അതിനകത്ത് കൂടുതൽ പൊട്ടാസ്യം ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അതായത് ചിലരൊക്കെ ചോദിക്കും, നമുക്ക് ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം, ഇപ്പോൾ ഒരു മൈൽഡ് ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം വെള്ളം കുടിക്കണം എന്നുള്ള. ഒരു മൈൽഡ് ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ നമുക്കൊരു 45 മിനിറ്റ് കൊണ്ട് ഒരു 600 ml വെള്ളം കുടിച്ചാൽ നമുക്ക് ഡീഹൈഡ്രേഷനെ മാറ്റാൻ പറ്റും. പക്ഷേ ഓരോരുത്തരുടെ ബോഡിയിലെ ശരീരത്തിൽ എത്രത്തോളം ജലം നഷ്ടമായി, അതായത് എത്രത്തോളം ഡീഹൈഡ്രേഷൻ ബാധിച്ചിട്ടുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിൽ എത്ര സമയം ഈ ഡീഹൈഡ്രേഷനെ മാറ്റാനായിട്ട് എടുക്കും എന്നുള്ളത് അറിയാൻ പറ്റുക. സിവിയറായിട്ട്, അതായത് മൈൽഡ് ടു സിവിയർ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യം വരും. അതായത് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകേണ്ട വരെ ആവശ്യങ്ങൾ വരും. അപ്പം നമുക്ക് സാധാരണയായിട്ട് ട്രിപ്പൊക്കെ ഇട്ടിട്ടാണ് അവർ ഫ്ലൂയിഡ് നമുക്ക് റീപ്ലേസ് ചെയ്യുക. നമ്മുടെ ശരീരത്തിൽ നഷ്ടമായിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സിനും ജലാംശമൊക്കെ ട്രിപ്പിൽ കൂടി ആണ് നമുക്ക് തരിക. പിന്നെ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ് ഇതൊക്കെ മോണിറ്റർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത കൂടുതലുമാണ് ഈ സിവിയർ ഡീഹൈഡ്രേഷനിൽ. ഇനി ഇത് ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ കിഡ്നിയെ ബാധിക്കും, ലിവറിനെ ബാധിക്കും. അതുപോലെ തന്നെ ബ്രെയിന് പെർമനൻ്റ് ആയിട്ട് ഡാമേജ് ഉണ്ടാവും. കുറേ സമയം നമുക്ക് സിവിയറായിട്ട് ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ട് ഈ ഒരു കാലാവസ്ഥയിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ജ്യൂസ്, സ്മൂത്തീസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള വെള്ളം കുടിക്കുക. എത്ര അളവെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മളൊരു 1 ലിറ്ററിൻ്റെ ഒരു വെള്ളം എപ്പോഴും എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. അത് തീരുമ്പോൾ അടുത്തെടുത്ത് കുടിക്കുക. അങ്ങനെ നമ്മൾ കൃത്യമായ രീതിയിൽ ജലം കുടിക്കണം. ഇപ്പോൾ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിലും എപ്പോഴും ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതുകയും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീഹൈഡ്രേഷനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ശരീരത്തിന് മാക്സിമം നമ്മൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതെ ഈ കാലാവസ്ഥയിൽ നമുക്ക് ഈ ഡീഹൈഡ്രേഷനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ കാര്യങ്ങളിൽ എന്താണ് ഡീഹൈഡ്രേഷൻ എത്ര തരമുണ്ട്, എങ്ങനെയാണ് ഡീഹൈഡ്രേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്, ഡീഹൈഡ്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ കൂടെ ഡിസ്കസ് ചെയ്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ അടുത്ത എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക്